വടക്കൻ കേരളത്തിൽ കനത്ത ചൂട് തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉഷ്ണതരംഗ സാധ്യതയെന്നും മുന്നറിയിപ്പ്. ജില്ലയിൽ ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തുന്നു. വിവരങ്ങൾ നൽകാൻ ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിലുള്ളൊരു താപനില റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ അസുഖങ്ങൾ കൂടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് കനത്ത ചൂട് സാധാരണയേക്കാൾ കൂടുതലാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണയുള്ള ചൂടിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില ഉയരുവാനാണ് സാധ്യതയുള്ളത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇതിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 39 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില ഉയർന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചൂട് കൂടുന്നതിനനുസരിച്ച് തന്നെ ആരോഗ്യ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന ഒരു നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും കോഴിക്കോട് ജില്ലയിലെ വിവിധ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ പനി ബാധിച്ച് എത്തുന്നവരുടെ എണ്ണം 8000-ലധികം കടന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്ക് മാത്രമാണ് 8000-ലധികം കടന്നിട്ടുള്ളത്. ഇതിൽ സ്വകാര്യ ആശുപത്രികളുടെ കണക്കിനെ പറ്റി നമുക്ക് വലിയ വ്യക്തത വന്നിട്ടില്ല. മാത്രമല്ല മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, ചിക്കൻ ബോക്സ് തുടങ്ങിയ രോഗങ്ങളുമായി നിരവധി ആളുകളാണ് ആശുപത്രിയിൽ എത്തുന്നത്. ഇതിൽ ആരോഗ്യ വകുപ്പ് പ്രധാനമായും എടുത്തു പറയുന്നത് പുറത്തുനിന്ന് ഭക്ഷണവും വെള്ളവും കുടിക്കുമ്പോൾ ശുദ്ധജലം കുടിക്കുവാൻ ശ്രദ്ധിക്കണം എന്നൊരു കാര്യമാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇത് ശുദ്ധമല്ലാത്ത ജലം കുടിക്കുന്നതിലൂടെ മഞ്ഞപ്പിത്തം മുതലായ രോഗങ്ങളൊക്കെ തന്നെയും പടർന്നു പിടിക്കുവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിലയിരുത്തൽ. മാത്രമല്ല വഴിയോര കച്ചവടക്കാരോടൊക്കെ തന്നെയും പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലൊക്കെ തന്നെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നുണ്ട്. താപനില പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുവാനുള്ള ഒരു സാഹചര്യമുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുവാനുള്ള സാധ്യതയുണ്ടെന്നും കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുവാനുള്ള ഒരു സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് വഴിയോര കച്ചവടക്കാർ, അതുപോലെ 11 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന ആളുകളോടൊക്കെ തന്നെയും വലിയൊരു തരത്തിലുള്ള ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പുറത്തു നിന്ന് ഭക്ഷണവും വെള്ളവും കുടിക്കുന്നവരോട് അതീവ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും അംഗനവാടിക്കൊക്കെ തന്നെയും അവധി നൽകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയൊരു തരത്തിലുള്ള ചൂട് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലും അനുഭവപ്പെടുന്നത്. ആതിര, ശരി. വടക്കൻ കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യം. കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലർട്ട്, ഉഷ്ണതരംഗ സാധ്യതയെന്നും മുന്നറിയിപ്പ്. ജില്ലയിൽ ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ്.